ഇസ്ലാമിക അക്കാദമിക് സംവാദങ്ങളിൽ പുതിയ അധ്യായം തുറന്നിട്ടാണ് 2 ദിവസം നീണ്ടുനിന്ന ഇന്ത്യൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് അക്കാദമിക് സമ്മേളനത്തിന് ഇന്നലെ സമാപനമായത്. ഇസ്ലാമിക വിജ്ഞാനശാസ്ത്രം, ദേശരാഷ്ട്രത്തിലെ സ്വത്വരൂപീകരണം, ഇസ്ലാമും പൗരസമൂഹവും, ഇസ്ലാമിക നിയമവീക്ഷണത്തിലെ നാഗരികതാ സംവാദങ്ങൾ തുടങ്ങിയ തീമുകളിൽ നിരവധി ചർച്ചകളും 100-ലേറെ പ്രബന്ധങ്ങളുമാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. സമ്മേളനത്തിന്റെ സമാപന സെഷനിൽ ഇബ്നു അറബ് ഫൗണ്ടേഷൻ ഫാക്കൽറ്റി മെമ്പർ എറിക് വിങ്കൽ മുഖ്യാതിഥിയായിരുന്നു. ഓറിയന്റലിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ നിന്ന് വിമുക്തമായ ഇസ്ലാമിക പഠനങ്ങൾ ലോക അക്കാദമിക് സമൂഹത്തിന് ബോധ്യപ്പെട്ട കാലമാണ് ഇതെന്ന് വിങ്കൽ പറഞ്ഞു. But of course, within Orientalism, it's not so simple because you have some wonderful, great works that have been done. So I think that might be a lesson for us, is that even if the academic intent is one that is a colonial intent or an Orientalist attempt or a creation of the other attempt, there still may be room in there for you to find wonderful research and do wonderful research. ജമാഅത്തെ ഇസ്ലാമി ഡെപ്യൂട്ടി അമീർ ടി ആരിഫ് അലിയും സമാപന സെഷനിൽ സംസാരിച്ചു. Lastly, I would like to advise the young researchers that technology should not be a barrier in conceiving knowledge. മൗലാന മുഹമ്മദ് ഫറൂഖാൻ, മൗലാന ഇനായത്തുള്ള സുബ്ഹാനി, മൗലാന അസ്ഗർ അലി ഇമാം മെഹദി തുടങ്ങിയ അക്കാദമിക മതരംഗത്തെ പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ഡൽഹി.